ഹലോ എവരിവൺ, ദിസ് ഇസ് ബേസിൽ. വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ എക്സാമിനേഷൻ്റെ ഓവർവ്യൂ ആണ്. അതായത് ഇനി നമ്മുടെ എക്സാമിനേഷന് 15 ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ കുട്ടികളുടെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഈ 15 ദിവസം എന്താണ് പഠിക്കേണ്ടത്, എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. 20 വയസ്സ് വരെയുള്ളവർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആയതുകൊണ്ടും നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ടും 10ാം ക്ലാസ് ലെവലുള്ള ഒരു എക്സാമിനേഷൻ ആയതുകൊണ്ടും ഒരു സിമ്പിൾ എക്സാമിനേഷനാണ് നമ്മൾ ഈ 15 ദിവസം കഴിഞ്ഞ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഈ 15 ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് നമ്മുടെ കോർ ഏരിയ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് എക്സാമിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. എക്സാമിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 60 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്, ആണല്ലോ. 60 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ചോദ്യം ഇംഗ്ലീഷ്, 15 ചോദ്യം മാത്ത്, 15 ചോദ്യം റീസണിങ്, 15 ചോദ്യം കമ്പ്യൂട്ടർ. ദാറ്റ് മേക്സ് ഇറ്റ് 60. 60 ചോദ്യം 60 മാർക്ക്. ഒരു ചോദ്യത്തിന് 1 മാർക്കാണ്. ഓക്കെ, 60 ചോദ്യം 60 മാർക്ക്. സോ ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 4 സെഷൻസ്, ദെൻ 15 ക്വസ്റ്റ്യൻസ്. ഓരോ സെഷനിലും 4 സെഷൻ ആയിട്ടാണ് നമ്മൾ പാറ്റേൺ വന്നേക്കുന്നത്. ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ്, ദെൻ നമ്മളുടെ കമ്പ്യൂട്ടർ. അത് തന്നെ 15 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ള കാര്യം നോക്കാം. നമ്മൾ പറഞ്ഞു 15 മാർക്കാണ്, ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് വെച്ച് 15 മാർക്കാണ് എന്നുള്ള കാര്യം പറഞ്ഞു. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നോ നെഗറ്റീവ് മാർക്കിംഗ്. ഒരു നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. സാധാരണഗതിയിൽ നമ്മുടെ ബാങ്ക് എക്സാമിനേഷൻസിന് നെഗറ്റീവ് മാർക്കിങ്സ് ഉണ്ടായിരിക്കും, എന്നാൽ ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. ആൻഡ് നമുക്ക് ഓരോ പാറ്റേൺ ആയിട്ട് നോക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് 15 ചോദ്യങ്ങൾ എന്ന് പറയുന്ന പാറ്റേണിൽ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്തത്? സോ ദിസ് സെക്ഷൻ ടെസ്റ്റ് യുവർ ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ ആൻഡ് ഗ്രാമർ ഫണ്ടമെന്റൽസ്. അതായത് നമ്മളുടെ കോംപ്രിഹെൻഷൻ പാറ്റേണിൽ നമ്മൾ ഇംഗ്ലീഷ് സെഷൻ പഠിക്കേണ്ടത് 3 ആയിട്ടാണ് ഇംഗ്ലീഷ് സെഷൻ നിങ്ങൾ പഠിക്കേണ്ടത്. ഇനിയുള്ള 15 ദിവസങ്ങളിൽ 3 ആയിട്ടാണ് ഇംഗ്ലീഷ് സെഷൻ പഠിക്കേണ്ടത്. ഇംഗ്ലീഷ് സെഷനെ 3 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാ 3 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? എന്തൊക്കെയാ? സി, ഗ്രാമർ, ഓൾറെഡി അവർ പറഞ്ഞിരിക്കുന്ന ഗ്രാമർ. കോംപ്രിഹെൻഷൻ, വൊക്കാബുലറി. ഇതാണ് 3 പാറ്റേൺ ആയിട്ട് നമുക്ക് കിടക്കുന്നത്. അപ്പോൾ ഈ ലാംഗ്വേജ്, കോംപ്രിഹെൻഷൻ, ഗ്രാമർ, ഈ 3 പാറ്റേണിനാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. 15 ദിവസം നമ്മളുടെ മുമ്പിലുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 1-ാം തീയതിയാണ് നമ്മുടെ എക്സാമിനേഷൻ. നമ്മൾ പ്രധാനമായും ഫോക്കസ് കൊടുക്കേണ്ട മേഖല എന്ന് പറയുന്നത് ഈ 3 പാറ്റേൺ ആണ്, ആണല്ലോ. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഫോക്കസ് ഓൺ ഡെയിലി എക്സാം ഓറിയന്റഡ് ടോപ്പിക്സ്. നമ്മുടെ ഫോക്കസ് ഡെയിലി ഒരു എക്സാമിനേഷൻ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം iPlusന്റെ കോഴ്സിനകത്ത് നിങ്ങൾക്ക് മോക്കുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾ ഗ്രാമറിൽ ടെൻസ് പഠിക്കുകയാണ്, ടെൻസുമായി ബന്ധപ്പെട്ട മോക്സ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾ അഡ്ജക്റ്റീവ്സ് പഠിക്കുകയാണ്, അതുമായി ബന്ധപ്പെട്ട മോക്സ്. ദെൻ നമ്മളുടെ ഓരോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മോക്ക് എക്സാമിനേഷൻ്റെ മോഡൽ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയുള്ള കാര്യം നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ പാറ്റേൺ നിങ്ങൾക്ക് കൃത്യമായി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. വളരെ കുറച്ച് സമയമേ ഉള്ളൂ, അതുകൊണ്ട് വളരെ കുറച്ച് ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഈ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ആകെ 999 റുപ്പീസിന് നിങ്ങൾക്ക് ഈ എക്സാമിനേഷന് വേണ്ടി, ഒരു ബാങ്കിങ് എക്സാമിനേഷൻ 999 റുപ്പീസിന് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പക്ഷേ iPlusന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടുക, ആകെ 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മാക്സിമം മോക്ക് ചെയ്യുക, മാക്സിമം ക്ലാസ്സസ് കാണുക, ആൻഡ് മാക്സിമം പഠിക്കുക, മെന്റർ സപ്പോർട്ട് കൂടി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത്. സോ 999 നിങ്ങൾക്ക് iPlusന്റെ കോഴ്സ് എക്സ്ക്ലൂസീവ് ബാച്ച് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. സോ ഗ്രാമർ, ദെൻ കോംപ്രിഹെൻഷൻ, വൊക്കാബുലറി, ഇതിന് 3-നുമാണ് ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ളത്. കോർ ഏരിയാസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ പറയാം. സോ കോർ ഏരിയാസ് നമുക്ക് വരുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഷോർട്ട് പാസേജ് വിത്ത് ഇന്റർഫിയറൻസ് ആൻഡ് വൊക്കാബുലറി ക്വസ്റ്റ്യൻസ്. അതായത് നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നു എന്ന് പറഞ്ഞു. കോംപ്രിഹെൻഷൻ, ഗ്രാമർ ആൻഡ് വൊക്കാബുലറി, ഇനി 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞു. ഇതിൽ എന്താണ് നമ്മൾ പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കേണ്ടത്? കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ കോംപ്രിഹെൻഷൻ, ഞാൻ ഈ കോംപ്രിഹെൻഷൻ എഴുതുന്നിടത്ത് നിന്ന് നിങ്ങൾക്കൊരു ചോദ്യം കിട്ടും. അതായത് കോംപ്രിഹെൻഷൻ ഞാൻ എഴുതുന്നുണ്ടാണ് COMP, കോംപ്. ഓക്കെ, നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ പാറ്റേൺ കോംപ് എന്ന് പറയുന്ന പാറ്റേൺ. ദെൻ നമുക്ക് എന്താണ് ഉള്ളത്? കോംപ്രി, ഹെൻ,
കോഴിയെ നമുക്കറിയാം ആണല്ലോ, റീ ഹാൻ. ഓക്കെ, ദെൻ SION. എന്തിനാണ് ഞാനിത് എഴുതിയേക്കുന്നതെന്ന് അറിയോ? നമുക്ക് സ്പെൽ ചെക്ക് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കാണും എക്സാമിനേഷൻ. സ്പെൽ ചെക്ക് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ സ്പെൽ ചെക്ക് പഠിക്കാനുള്ള മെത്തേഡാണ് എന്ത്? സ്പ്ലിറ്റിംഗ് മെത്തേഡ്. എക്സാമിന്, ബാങ്കിങ് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സ്പെൽ ചെക്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ അത് നിങ്ങൾ കൃത്യമായി കണ്ടതിന് ശേഷം ഈ പറയുന്ന പാറ്റേൺ നോക്കുക. ഏതൊക്കെയാണ് വാക്കുകൾ എന്നുള്ള സ്ഥിരമായി റിപ്പീറ്റ് അടിച്ചു വരുന്ന വാക്കുകളാണ്. കോംപ്രിഹെൻഷൻ. കണ്ടോ, സ്പ്ലിറ്റിംഗ് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ നമ്മൾ എല്ലാ വാക്കുകളൊന്നും പഠിക്കാൻ പോകണ്ട. ബാങ്കിങ് എക്സാമിനേഷൻ സാധാരണഗതിയിൽ ഫോക്കസ് ചെയ്യുന്ന വേർഡ്സ് ഞാൻ തന്നിട്ടുണ്ട്, അത് കൃത്യമായി പഠിക്കുക. സോ ദിസ് ഇസ് സ്പ്ലിറ്റിംഗ് മെത്തേഡ്. ആ സ്പ്ലിറ്റിംഗ് മെത്തേഡ് ഞാൻ കാണിച്ചു തന്നെയാണ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഷോർട്ട് പാസേജ് വിത്ത് വൊക്കാബുലറി ക്വസ്റ്റ്യൻ. വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് പ്രകാരമാണ് ഈ ഷോർട്ട് പാസേജ് നമുക്ക് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അതായത് നമ്മുടെ പാസേജ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസേജ് വായിക്കുക എന്നുള്ളതാണ്. അൺസീൻ ആയിട്ടുള്ള ഒരു പാസേജ് വലിയ ടഫ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞ 10th ലെവൽ ആയതുകൊണ്ട് ബേസിക് ലെവൽ പാസേജ് ആയിരിക്കും. ഈ പാസേജിനകത്ത് നിന്ന് നമുക്ക് ചിലപ്പോൾ വൊക്കാബുലറി ചോദ്യമായിരിക്കും ചോദിക്കുന്നത്. വൊക്കാബുലറിയിൽ നമുക്ക് സിനണിംസ് ഉണ്ട്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ആൻഡ് നമ്മളുടെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഉണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പഠിക്കാനുള്ള ഷോർട്ട് കട്ട് ട്രിക്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് എന്താണ് ഷോർട്ട് കട്ട് ട്രിക്സ്? സി, നമ്മളോട് അവർ ചോദിക്കും, ഇപ്പോൾ എക്സാമ്പിൾ ദേ മേ ആസ്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്: one who hates marriages, a person who hates marriages is called what? A person who hates marriage is called what? സി, അതിന് നമ്മൾ എന്ത് വയ്ക്കണം? നിങ്ങൾ ഹെയ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന റൂട്ട് വേർഡ് ആണ് വുഡ്. ദിസ് ഈസ് ദ റൂട്ട് വേർഡ് there. well, നമുക്ക് കിട്ടുന്ന റൂട്ട് വേർഡ് പാറ്റേൺ ആണ് മീസോ എന്ന് പറയുന്നത്. സോ മീസോ മീൻസ് ഹേറ്റിംഗ് സംതിങ്. എന്തു ആയിക്കോട്ടെ, മാരേജ് എന്ന് ഇങ്ങനെ ഓർക്കുക. മാരേജ് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിമാണ് എന്ന് ഓർക്കുക. മാരേജ് എന്ന് പറഞ്ഞ ഒരു ഗെയിമാണ്. സോ ഗമി എന്ന് പറയുന്ന പാറ്റേണിൽ ദാറ്റ് മീൻസ് മാരേജ്. സോ മാരേജുമായി ബന്ധപ്പെട്ട എല്ലാ പാറ്റേണും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗമിയിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റും. മീസോ മീൻസ് ഹെയ്റ്റ് ആണ്. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് പിക്ക് ചെയ്യേണ്ടത്. ഓപ്ഷൻസിൽ നിന്ന് എങ്ങനെയാണ് പിക്ക് ചെയ്യേണ്ടത് എന്നുള്ള ആൻസേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഓപ്ഷൻസ് പിക്ക് ചെയ്യുക എന്ന് പറയുന്ന പാറ്റേൺ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. ആൻഡ് ഗ്രാമർ ആൻഡ് എറർ ഡിറ്റക്ഷൻ. ഗ്രാമറിൽ നമുക്ക് ചോദ്യങ്ങൾ വരുന്ന മേഖല എന്ന് പറയുന്നത് എറർ ഡിറ്റക്ഷൻ ആണ്. എന്താണ് ഈ എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്? സി, തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കണ്ടാൽ മതി, അത് ഏത് ഭാഗത്താണ് എന്ന് മതി. അത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സെന്റൻസ് കിട്ടുമ്പോൾ ചെയ്യുന്നൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊന്ന് ഉറക്കെ വായിച്ചു നോക്കുക. അപ്പം നമ്മളൊന്ന് ഉറക്കെ വായിച്ചു നോക്കുക. ഈ ഉറക്കെ വായിക്കുന്നതിന് മുന്നേ എക്സാം ഹോളിൽ നിന്ന് കുറച്ച് ഉറക്കെ വായിച്ചു നോക്കുക. എന്താ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറയാം നിങ്ങളോട്, I has a car എന്ന് ഞാൻ പറയാം. I has a car. See, it doesn't sound good. I has a car ഇങ്ങനെ പറയും നമ്മൾ. No, I has a car എന്ന് നമ്മൾ പറയത്തില്ല. സി, ഐയുടെ കൂടെ ഹാവ് ആണ് വരുന്നത് എന്നുള്ള ഗ്രാമർ റൂള് പഠിച്ചിട്ടൊന്നും അല്ല നിങ്ങൾ ആ പാറ്റേൺ ചെയ്തത്. കണ്ടോ, ഐയുടെ കൂടെ ഗ്രാമർ റൂള് ഹാവ് ആണ് എന്ന് പഠിച്ചുകൊണ്ടാണ് നിങ്ങൾ ഐ ഹാസ് എ കാർ എന്ന് പറഞ്ഞ് ഒരു സാധനം കാണുമ്പോൾ എഡിറ്റ് ചെയ്യുന്നത് അല്ല. സോ ആ ഒരു റിത്തമാണ് നമുക്ക് കിട്ടുന്നത്. ആ റിത്തം കിട്ടാനുള്ള ഷോർട്ട് കട്ട് ഞാൻ പറയാം. എന്ത് കാര്യം വായിച്ചു നോക്കുമ്പോൾ നമ്മൾ ഒന്ന് ഉറക്കെ വായിച്ചു നോക്കും. അപ്പം ഞാൻ പറയാം, ഐ ആം ലവിങ് യു. അങ്ങനെ പറയൂ, ഐ ആം ലവിങ് യു എന്ന് നമ്മൾ പറയോ? ആരോടെങ്കിലും പറയോ ഐ ആം ലവിങ് യു? ഐ ലവ് യു എന്നാണ്. സത്യത്തിൽ അവിടെ ഗ്രാമർ റൂൾ എന്താ? സി, ലവ് എന്ന് പറയുന്ന സ്റ്റേറ്റീവ് വേർബ് അല്ലെങ്കിൽ ഹെയ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റീവ് വേർബിന്റെ കൂടെ ING വരില്ല എന്നാണ് ഗ്രാമർ റൂൾ. സോ യു ഡോണ്ട് വാണ്ട് ടു വറി അബൌട്ട് ദി ഗ്രാമർ റൂൾ. അവിടെ സ്പോട്ട് എറർ എങ്ങനെയാണ് തന്നിരിക്കുന്ന സെന്റൻസ് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞു തന്നത്. സോ സെന്റൻസ് കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി, നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ഇതാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി സെന്റൻസ് കറക്ഷൻ എന്താണെന്ന് മനസ്സിലായി കാണും. ഞാൻ ഈ പറഞ്ഞ പോലെ, അതായത് ഇപ്പോൾ ഐ ഹാസ് എ കാർ എന്ന് പറയുന്നത് നമ്മൾ സ്പോട്ട് എററിൽ ഇവിടെയാണ് തെറ്റ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ്. ഓക്കെ, ഇവിടെയാണ് ഓപ്ഷൻ ബിയിലോ അല്ലെങ്കിൽ ഓപ്ഷൻ എയിലോ ആണ് മിസ്റ്റേക്ക് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ദെൻ ഇവിടെ ഓൾറെഡി സെന്റൻസ് കറക്ഷനിൽ അവർ തന്നെ പറയും ഈ ഭാഗത്താണ് തെറ്റ്. എന്നിട്ട് അവർ ഈസ്, ഹാവ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് വരും. അപ്പം നമുക്കറിയാം ഐയുടെ ഈസ് വരില്ല, ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. This is sentence correction model question. So spotting the error already നമ്മൾ പറഞ്ഞു. Subject verb agreement ഏറ്റവും കൂടുതൽ എക്സാമിനേഷൻ ചോദിക്കുന്നതാണ്. Subject verb agreement, that is otherwise called concord. എന്താണ്? സബ്ജക്റ്റിനോട് വേർബ് എപ്പോഴും റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 10 kilometers ഈസ് എന്നേ നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഒരു ഡിസ്റ്റൻസ് 10, 10, 100, 150, 200, 100,000 നമ്മൾ ലക്ഷം കാണുമ്പോൾ യോ വലുതാണ് എന്ന് വിചാരിക്കണ്ട. ഡിസ്റ്റൻസ് പറയാൻ വേണ്ടി ഇത്ര മൈലാണ്, ഇത്ര കിലോമീറ്റർ ആണ്, അതിൻ്റെ കൂടെ വേർബ് സിംഗുലർ ആയിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. സോ വേർബ് സിംഗുലർ ആയിട്ടേ നമ്മൾ യൂസ് ചെയ്യൂ എന്നുള്ളതാണ് അവിടുത്തെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ടെൻസസ് എന്ന് പറയുന്ന പാറ്റേണിനകത്ത് നമുക്കറിയാം നമ്മുടെ ബേസ് ആണ് എന്ത്?
നമ്മളുടെ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ബേസ് ആണ് ടെൻസ് എന്ന് പറയുന്നത്. ഈ ടെൻസിൽ നിന്ന് നമുക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ചെയ്യാം, റിപ്പോർട്ടർ സ്പീച്ച് ഉപയോഗിക്കാം. സോ 10-20 വയസ്സായ കുട്ടികളായിട്ട് നിങ്ങൾ പ്ലസ് ടു ഇപ്പം കഴിഞ്ഞുള്ളൂ, നിങ്ങൾ ഓൾറെഡി സ്കൂളിൽ പഠിച്ചിരിക്കുന്ന സാധനമായിരിക്കും ഇത്. സ്കൂളിനേക്കാൾ എളുപ്പമാണ് ഇവിടെ. അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്താ, സ്കൂളിൽ നമ്മൾ കയ്യിൽ നിന്ന് ഇട്ട് എറിയണം, മറ്റേടത്ത് നമുക്ക് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് പിക്ക് ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, റിപ്പോർട്ടർ സ്പീച്ച് എന്നൊക്കെ പറയുന്നതിന്റെ ബേസ് എന്ന് പറയുന്നത് ടെൻസ് ആണ്. അടുത്ത കണ്ട ബേസിക് ലെവൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. So active and passive voice level questions you can expect in your Federal Bank examination. Well, then vocabulary. So vocabulary pattern. ഞാൻ പറഞ്ഞു vocabulary synonym കാണും, anonym കാണും, fill in the blanks കാണും, word meaning കാണും, usage കാണും, sentence arrangement and completions കാണും. ഇതെല്ലാം vocabulary വരുന്ന പാറ്റേൺ ആണ്. Idiom and phrases, unseen passages, very basic level. എല്ലാം ബേസിക് ലെവൽ 10th ലെവൽ എക്സാമിനേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ബേസിക് ലെവൽ പാറ്റേൺസ് ആയിരിക്കും നമുക്ക് വരുന്നത്. സെന്റൻസ് അറേഞ്ച്മെന്റ്, പാരാ ജംബിൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, തന്നിരിക്കുന്ന സെന്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തിരിച്ചിടും. ഒരു സെന്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തിരിച്ചിടും. നമ്മൾ അതിന്റെ മോഡൽ കാണാൻ വേണ്ടി അതിനൊരു റൂട്ട് പാറ്റേൺ എന്താ, വേഗം കേട്ടോ അതിന്റെ ട്രിക്ക്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഈ സ്ട്രക്ചർ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. സെന്റൻസിന്റെ സ്ട്രക്ചർ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒന്നാണ് എന്ത്, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു സെന്റൻസ് ഫോളോ ചെയ്യും. ഇനി അടുത്ത ഷോർട്ട് കട്ട് കേട്ടോണേ. സി, അതായത് നമ്മൾ വായിച്ചു പോകുമ്പോൾ, പാരഗ്രാഫ്സ് വായിച്ചു പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കാണും. ഇപ്പൊ എക്സാമ്പിൾ ദിസ് എൻറേഞ്ച്ഡ് എന്നൊക്കെ പറഞ്ഞ സെന്റൻസസ് ആണ്. ദിസ് എന്ന് പറഞ്ഞ വാക്കിന്റെ പ്രത്യേകത എന്താ, ദിസ് ഇത് ആദ്യത്തെ സെന്റൻസ് ആയിട്ട് വരുമോ? ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ ആദ്യത്തെ സെന്റൻസ് ആയിട്ട് ദിസ് വരുമോ? ഇല്ല. കാരണം ദിസ് എന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ, എന്തോ ഒന്നിനെ കുറിച്ച് നമ്മൾ പറയാണ്, അതിനെയാണ് നമ്മൾ ഇത് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പ്രധാനമായും പാരാ ജംബിൾസിൽ നിന്ന് സെന്റൻസ് കാണും. ഇപ്പൊ ദിസ് എന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ഇത് എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ എന്തോ ഒന്നുണ്ട്, ആ എന്തോ ഒന്നെന്നുള്ള സെന്റൻസിനെ ഇതുമായിട്ട് നിങ്ങൾ പെയർ ചെയ്യുവാണെങ്കിൽ യു കെൻ ഈസിലി ഐഡന്റിഫൈ ദാറ്റ് ആൻസർ. സി, സെന്റൻസ് ഒരിക്കൽ പെയർ ചെയ്ത് കഴിഞ്ഞാൽ യു ഗോ ടു ഓപ്ഷൻസ്. അല്ലാതെ എല്ലാ പാരഗ്രാഫിലെ പാസേജും മൊത്തം പെയർ ചെയ്ത് എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും 60 മിനിറ്റ് തീർന്നിട്ട് 60 മിനിറ്റിൽ എക്സാം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റേ ഉള്ളൂ. പാസേജ് ഇല്ല, ഈ പാരാ ജംബിൾസ് ചെയ്യാൻ നമുക്ക് 1 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് എന്നുള്ള ട്രിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ മോഡ് ചെയ്യേണ്ടത്. അപ്പം കോംപ്രിഹെൻഷൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, പാസേജസ് പ്രാക്ടീസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, പാരാ ജംബിൾസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാമാണ്. ഇനി ഇഡിയംസ് ആൻഡ് ഫ്രേസസിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഒരു ക്ലാസ്സിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇഡിയംസ് യൂസ് ചെയ്യാറുണ്ട്. നമ്മളെ ഹെവി റെയിനിന് വേണ്ടി റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നുള്ള കാര്യം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഈസി ആണെന്ന് പറയാൻ വേണ്ടി പീസ് ഓഫ് കേക്ക് ഉപയോഗിക്കാറുണ്ട്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വല്ലപ്പോഴേ വരാറുള്ള ക്ലാസ്സിൽ എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നൊക്കെയുള്ള പാറ്റേൺസ് യൂസ് ചെയ്യാറുണ്ട്. ദിസ് ഈസ് വാട്ട് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വിഷ്വലൈസേഷൻ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് പഠിച്ചാണ്. പിന്നെയുള്ള 15 ദിവസം ഇഡിയംസ് പഠിക്കുക എന്നുള്ള ലക്ഷ്യമല്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ വിഷ്വൽ കോഡ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അങ്ങ് പഠിച്ചു. നിങ്ങൾ രാവിലെ ഇന്ന് എന്തൊക്കെ വൊക്കാബുലറിയാണ് പഠിക്കുന്നതെന്ന് നിങ്ങൾ പഠിക്കാൻ ഇരിക്കുന്ന സ്ഥലത്ത് ജസ്റ്റ് ഒരു കളർ പേപ്പറിലൊന്ന് ഒട്ടിച്ച് വെക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറിൽ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് അത് വായിച്ച് നമ്മൾ വായിക്കേണ്ട, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിൽ വെറുതെ ഇങ്ങനെ കണ്ണുകൾ നോക്കിക്കൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ കണ്ണുകൾ നോക്കിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാലുള്ള ഗുണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോഴേക്കും നമുക്ക് ആ സാധനം മൈൻഡിൽ കിട്ടും. ഇങ്ങനൊരു പാറ്റേൺ ഉണ്ട്. ദിസ് ഇസ് ബേസിക് സൈക്കോളജി. ഇതൊരു ബേസിക് സൈക്കോളജിയാണ്. ഇപ്പം നിങ്ങളൊരു ബൈക്ക് വാങ്ങിക്കാൻ പോകുന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾ ബൈക്ക് വാങ്ങിക്കാൻ പോകുമ്പം ആ ബൈക്ക് നിങ്ങൾ റോഡിൽ പെട്ടെന്ന് എവിടെ കണ്ടാലും നോട്ട് ചെയ്യും. ഇത് നമ്മുടെ മൈൻഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതല്ല നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണെങ്കിൽ അതതിൻ്റെ വഴിക്കോ. ഇപ്പം നിങ്ങൾ പോകുന്ന വഴിക്ക് ഫെഡറൽ ബാങ്ക് കാണുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധ ഫെഡറൽ ബാങ്കിലേക്ക് പോകും. കാരണം എന്താ, നിങ്ങൾ അതിൻ്റെ എക്സാമിനേഷൻ അപ്ലൈ ചെയ്ത് വെച്ചേക്കാണ്. സോ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഫെഡറൽ ബാങ്ക്. സോ ഫെഡറൽ ബാങ്ക് കാണുന്ന എവിടെയാ ഇവിടെ ബാങ്ക്, പണ്ട് ആ ബാങ്ക് അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ശ്രദ്ധ അന്നേരം പോകില്ല. കാരണം അന്ന് നമ്മുടെ ലക്ഷ്യമല്ലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ലക്ഷ്യമാണ്. അതായത് മൈൻഡിൽ നമ്മൾ എന്താണോ ലക്ഷ്യം ചെയ്ത് വെക്കുന്നത് അതിനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജോലി നമ്മളിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രത്യേകത. വളരെ കുറച്ച് ദിവസം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി നേടാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ നമുക്ക് അടുത്ത പാറ്റേണിലേക്ക് പോകാം. സ്ട്രാറ്റജി ട്രിപ്സ് എന്തൊക്കെയാണ്? സ്ട്രെങ്ത് ആൻഡ് ഗ്രാമർ റൂൾസ്, പാർട്സ് ഓഫ് സ്പീച്ച് ആൻഡ് വേർബ്സ് ആൻഡ് പ്രിപ്പോസിഷൻ. ഫോക്കസ് കൊടുക്കേണ്ട സാധനമാണ് പാർട്ട് ഓഫ് സ്പീച്ച്. നമ്മൾ ഓരോ ക്ലാസ്സസ് ആയിട്ട് പാർട്ട് ഓഫ് സ്പീച്ചിൻ്റെ നൗൺ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ പ്രോനൗൺ പഠിപ്പിച്ചിട്ടുണ്ട്, വേർബ് പഠിപ്പിച്ചിട്ടുണ്ട്, അഡ്ജക്റ്റീവ് പഠിപ്പിച്ചിട്ടുണ്ട്, കൺജങ്ഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ടോപ്പ്. പ്രിപ്പോസിഷനൊക്കെ നമ്മൾ ഡയഗ്രാംസ് ഒക്കെ വെച്ച് പഠിച്ചിട്ടുള്ള പാറ്റേൺ ആണ്. അതായത് ഈ പറയുന്ന നമ്മളുടെ പാറ്റേണിനകത്ത് ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട് എളുപ്പത്തിൽ എങ്ങനെയാണ് ഇന്ന് ഓണ് അറ്റ് കണക്ട് ചെയ്യുന്നത്, അറ്റത്ത് വരുന്ന സാധനമാണെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള സാധനം എങ്ങനെയാണ് എന്നൊക്കെ ട്രയാങ്കിൾ വെച്ച് പഠിച്ചിട്ടുള്ള അത് കൃത്യമായിട്ട് ഒന്നുകൂടി റിഫ്രഷ് ചെയ്യുക. പ്രാക്ടീസ് റീഡിംഗ് പാസേജ് ആൻഡ് ആൻസറിങ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ക്വിക്ലി.
എല്ലാ ദിവസവും ഒരു പാസേജ് വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്പീഡ് കിട്ടും. എന്താ ഗുണം? എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നമുക്കതൊരു നോർമൽ കോൺസെപ്റ്റ് ആയിട്ട് നോക്കും. അല്ലാതെ സാധാരണ അത് പിള്ളേർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസേജ് അല്ലേ, അത് വരുമ്പോൾ നമുക്ക് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡസൻ വർക്ക്. യു വാണ്ട് ടു പ്രാക്ടീസ് ദ ക്വസ്റ്റ്യൻ. ദാറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. വെൽ, സോ ലേൺ ഹൈ ഫ്രീക്വൻസി സിനോണിംസ് ആൻഡ് അനോണിംസ്. തത്തമേ പൂച്ച പൂച്ച എന്ന് പറയുന്ന വേർഡ്സ് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. 10th ലെവലാണെങ്കിലും ആ ലെവല് സിനോണിംസിനും അനോണിംസിനും ഇഡിയംസിനും അവർ എപ്പോഴും കാണിക്കും. ആകെ ഇഡിയം നമുക്ക് ബാങ്കിങ്ങിന് ഇത്രേ പഠിക്കാനുള്ളൂ. ബാങ്കിങ്ങിന് റിപ്പീറ്റ് വരുന്ന ഇഡിയംസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. വെൽ, സോ വിഷ്വലൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻസ് ഉപയോഗിച്ചിട്ടൊക്കെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കത് അതിൽ നിന്ന് ആ സാധനം കണക്ട് ചെയ്യാൻ പറ്റും. വെൽ, അടുത്ത 15 സെഷനുള്ള പാറ്റേൺ നമ്മൾ മാത്തിലേക്ക് പോവാണ്. സോ മാത്ത് നിങ്ങൾക്ക് റെഹാൻ സാറ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്താണ് അവിടെ നമ്മൾ പ്രധാനമായി ഫോക്കസ് ചെയ്യേണ്ടത്? ദിസ് സെക്ഷൻ ചെക്സ് ബേസിക് അരിത്തമെറ്റിക്സ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ജനറലി വാട്ട് യു ലേൺ അപ് ടു ക്ലാസ് 10. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ട്രിഗ്നോമെട്രി ഒന്നും കെറ്റി അവർ ചോദിക്കത്തില്ല. 10ാം ക്ലാസ് യോഗ്യതയുള്ള അല്ലെങ്കിൽ 10ാം ക്ലാസ് നിലവാരത്തിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കത്തുള്ളൂ. അല്ലാതെ വലിയ ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും ഒന്നും നമ്മുടെ എക്സാമിനേഷൻ ഉണ്ടാവില്ല. 10ാം ക്ലാസ് യോഗ്യതയുള്ള എക്സാം ആയിരിക്കും. സോ കീ ടോപ്പിക്സ്: നമ്പർ സിസ്റ്റം, സിംപ്ലിഫിക്കേഷൻ, ബേസിക് ഓപ്പറേഷൻസ് ആൻഡ് പെർസെൻറ്റേജ്, റേഷ്യോ പ്രപ്പോർഷൻ, കോമൺ ബാങ്കിങ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. അതായത് ഈ റേഷ്യോ പ്രപ്പോർഷൻസും പെർസെൻറ്റേജും ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഈ ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പെർസെൻറ്റേജ്, ഇതെല്ലാം ഒറ്റ ബേസിക് കോൺസെപ്റ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെയാണ് ബേസിക് കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, ഇക്വേഷൻ ഇല്ലാതെ എങ്ങനെയാണ് ബേസിക് കോൺസെപ്റ്റ്സ് വർക്കൗട്ട് ആകുന്നത് എന്നുള്ളത്. സോ ആ ബേസിക് കോൺസെപ്റ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പ്രാക്ടിക്കൽ അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് എന്നീ പറയുന്ന മേഖലകളിൽ നിന്ന് നമുക്ക് ആ പാറ്റേൺ എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. സോ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അടുത്തത് നമുക്കറിയാം, സിമ്പിൾ ഇൻട്രസ്റ്റ്, ബേസിക് കോൺസെപ്റ്റ്സ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഈ പെർസെൻറ്റേജിൻ്റെ അതേ ബേസിക് കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ചെയ്യാം. ഒരിക്കൽ കൂടി ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഒരു നമ്പറിൻ്റെ 10% കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഒരു നമ്പറിൻ്റെ 10% കണ്ടുപിടിക്കുന്നത് 5560 10%. 5560 10% എന്ന് പറഞ്ഞാൽ 10% കണ്ടുപിടിക്കാൻ ഒരു സ്ഥാനം മാറ്റി കുത്തിയാൽ മതി. 556. ഇത് വെച്ച് നിങ്ങൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാം, പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. അതിനാണ് ഈ ബേസിക് കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. ഈ ഒരൊറ്റ ബേസിക് കോൺസെപ്റ്റ്സ് വെച്ച് നിങ്ങൾക്ക് 10th ലെവൽ വരുന്ന എക്സാംസിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് അവിടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ടൈം ആൻഡ് വർക്ക്, അതും ഇവിടെ നിങ്ങൾക്ക് പാറ്റേൺ ചെയ്യാം. ടൈം ആൻഡ് ഡിസ്റ്റൻസും സെയിം കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ ടൈം ആൻഡ് വർക്ക്, 10 ആളുകൾ 5 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ആൻഡ് 20 ആളുകൾ എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്യും എന്ന് പറയുന്ന പാറ്റേൺ. സോ ഈ ഒരൊറ്റ കോൺസെപ്റ്റ്സ് വെച്ച് നമുക്ക് ആ പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് പ്രത്യേകത. അതായത് 20 ആളുകൾ, 10 ആളുകൾ 5 ദിവസം കൊണ്ട് വെച്ചാണ് ഒരാൾ ജോലി ചെയ്യുന്നതെങ്കിൽ 20 ആളുകൾ എത്ര ദിവസം കൊണ്ട് ജോലി കണ്ടുപിടിക്കും? നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഡി ആണ് കണ്ടുപിടിക്കാൻ, ഡേ ആണ് കണ്ടുപിടിക്കാൻ, ഡിയോ എക്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾ കൊടുക്കുക. ഇവിടെ ഇക്വേഷൻ ഒന്നും വേണ്ട, അയാളെ അവിടെ ഒറ്റയ്ക്കാക്കുക, ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഇപ്പുറത്തോട്ട് കൊണ്ടുപോവുക. ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ 20 ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുക. ഇവിടെ ഇൻഡു അല്ലേ, ഈ ഇൻഡു ഈക്വൽ ടുവിന് അപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ഡിവിഷൻ ആകും. ഇതാ പാറ്റേൺ, ഡിവിഷൻ ആകും. പ്ലസ് ആണെങ്കിൽ അപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആകും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആകും. ദിസ് ബേസിക് കോൺസെപ്റ്റ് എടുക്കുക. 20 ഞാൻ വെട്ടി 2 ആയി, 10 ഞാൻ വെട്ടി 1 ആയി, 5/2 2.5. ദിസ് ഈസ് ദ പാറ്റേൺ. കണ്ടോ? ഇങ്ങനെ എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഇക്വേഷൻ ഒന്നും ഇല്ലാതെ ബേസിക് കോൺസെപ്റ്റ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആൻസേഴ്സിലേക്ക് പോകാൻ പറ്റും. ഇതാണ് അഡ്വാൻറ്റേജ്. സോ ഞാൻ പറഞ്ഞു, വളരെ ലെവൽ 10th ലെവൽ എക്സാമിനേഷൻ വരുന്ന പാറ്റേൺ ആണ്. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ഒരു പൈ ചാർട്ട്സ് ഒക്കെ തന്നിട്ട് എന്താണ് ഈ ഡേറ്റ പറയുന്നത് എന്നുള്ളത്. സോ ബേസിക് ലെവൽ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻസ്, റൂട്ട്സ്, ബേസിക് റൂട്ട്സ് നിങ്ങൾ എക്സാമിന് മുമ്പ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ. 1 മുതൽ 10 വരെയുള്ള സ്ക്വയർ, ക്യൂബ്, 10ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. അതായത് 10ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ 9ന്റെ 8ന്റെ 1 to 10ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൃത്യമായി പഠിക്കുക. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്? ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്തിൽ മാത്രമല്ല 15 ക്വസ്റ്റ്യൻസ് വരുന്ന റീസണിങ്ങിലും നമുക്ക് അവിടെ വരും. അതായത് 15 ക്വസ്റ്റ്യൻസിൻ്റെ നമ്മുടെ റീസണിങ് പാർട്ടിലും ഈ ഇമ്പോർട്ടൻസ് നമ്മളവിടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ദിസ് സെക്ഷൻ ടെസ്റ്റ് റീസണിങ് ആൻഡ് അനലിറ്റിക് എബിലിറ്റി വിത്ത് സിമ്പിൾ ഫ്രീക്വൻറ്റ്ലി ആസ്ക്ഡ് പാറ്റേൺ. സ്ഥിരം ഈ റീസണിങ്ങിൻ്റെ പ്രത്യേകത, പാറ്റേൺ എപ്പോഴും സ്ഥിരമായിരിക്കും. നമുക്ക് പുതിയതായിട്ട് പാറ്റേൺസ് ഒന്നും കൊണ്ടുവരാനില്ല. എപ്പോഴും ഒരേ പാറ്റേൺ ആയിരിക്കും. കോഡിങ് ആൻഡ് ഡീകോഡിങ്, ലെറ്റർ നമ്പർ പാറ്റേൺസ്, കോഡിങ് ആൻഡ് ഡീകോഡിങ് ഒക്കെ ശ്രീജിത്ത് സാർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഷോർട്ട് കട്ട് ഒക്കെ നിങ്ങൾക്ക് സിമ്പിളി നിങ്ങൾക്ക് അറിയാം. 26 ലെറ്റേഴ്സിൻ്റെ കോഡിങ് പഠിക്കാനുള്ള ഷോർട്ട് കട്ട് പറഞ്ഞിട്ടുണ്ട്. ഇജോട്ടി എന്ന് പറഞ്ഞ ഒറ്റ വേർഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഇജോട്ടി. ഇ എന്ന് പറഞ്ഞാൽ 5, ഇ എന്ന് പറഞ്ഞാൽ 5, ജെ എന്ന് പറഞ്ഞാൽ 10,
O എന്ന് പറഞ്ഞാൽ 15, T എന്ന് പറഞ്ഞാൽ 20, Y എന്ന് പറഞ്ഞാൽ 25. കണ്ടോ? ജോട്ടി എന്ന് പറഞ്ഞ വേർഡ് ആണ് EJOTY. എന്താ ഗുണം? എന്താ? ഏത് ലെറ്ററും കിട്ടും. If someone asks you that what is the letter for G, you can easily identify that G, it is what? 7. എങ്ങനെ കിട്ടി? E എന്ന് പറഞ്ഞാൽ 5 ആണ്. ABCDEFG. So F 6 ആണ്, G 7 ആണ്. Well, if someone asks you that which one is the 22nd letter, you can easily identify 22nd letter. C. നമ്മളിതാ ഇത് കണ്ടോ, V for victory നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് 22nd letter. സോ ഷോർട്ട് കട്ട് ജോട്ടിയിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു പാറ്റേൺ ആണ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. ബ്ലഡ് റിലേഷൻഷിപ്പ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ സെഷൻസിൽ തന്നെ ഞാൻ ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ബ്ലഡ് റിലേഷൻഷിപ്പ് എളുപ്പത്തിൽ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത് കോർ ഏരിയ ആണ്. ബ്ലഡ് റിലേഷൻഷിപ്പ് ഫോക്കസ്ഡ് ആയിട്ട് വീഡിയോസ് കാണുക, ശ്രീസാറിന്റെ വീഡിയോസ് കണ്ടിട്ട് എക്സാമിൽ പോവുക. ഡയറക്ഷൻ സെൻസ്, സിമ്പിൾ റിലേഷൻഷിപ്പ്, ദെൻ സീരീസ് ആൻഡ് പാറ്റേൺസ്, ന്യൂമറിക്കൽ ആൻഡ് ലെറ്റർ സീരീസ് പാറ്റേൺസ്. നമ്മൾ ഈ പറഞ്ഞ ഇതേ കോഡിംഗ് പാറ്റേൺസ് വെച്ച് നമ്പേഴ്സിൻ്റെ സ്ക്വയർ, ക്യൂബ് എല്ലാം നമുക്ക് അവിടെ എളുപ്പത്തിൽ കിട്ടും. ആൻഡ് അനലോഗീസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ. അനലോഗീസ് എന്ന് പറഞ്ഞാൽ എന്താ? സി ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മളെല്ലാം ഒരേപോലെ ഇരിക്കും ആണല്ലോ. അനലോഗി മീൻസ് സിമിലാരിറ്റി ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണോ ആ വേർഡ് കണക്ഷൻ പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ആ വേർഡ് കണക്ഷൻ എന്താണോ ആ ഫോക്കസ്ഡ് ഏരിയ ആണ് നമ്മൾ നോക്കേണ്ടത്. അനലോഗീസ് ആൻഡ് ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്ന പാറ്റേൺ. പസിൽസ്, ബേസിക് പസിൽസ് മതി, ഹൈ ലെവൽ പസിൽ ഒന്നും വേണ്ട. ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ലോജിക്കൽ സെറ്റപ്പ്. സിലോജിസം എന്ന് പറയുന്ന പാറ്റേൺ. സിലോജിസത്തിന്റെ വീഡിയോ യൂട്യൂബിൽ ശ്രീജിത്ത് ഇട്ടിട്ടുണ്ട്. അതായത് ഓൾ മെൻ ആർ ബ്ലാക്ക് ഓർ വിമൻ ആർ ബ്ലൂ എന്നൊക്കെ പറഞ്ഞുള്ള പാറ്റേൺ ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ലെവൽ പാറ്റേൺ ക്വസ്റ്റ്യൻസ്, അത് കൃത്യമായി നോക്കിയിട്ട് പോവുക. കാരണം ബാങ്കിങ്ങിന്റെ ഒരു കോർ ഏരിയ ആണ് സിലോജിസം എന്ന് പറയുന്നത്. അപ്പോൾ സിലോജിസം ബാങ്കിങ്ങിന്റെ ഒരു കോർ ഏരിയ ആയതുകൊണ്ട് കൃത്യമായി ഫോക്കസ് ചെയ്തിട്ട് വേണം എക്സാം ഹോളിൽ കയറാൻ. സോ അവസാനത്തെ സെഷനായി കമ്പ്യൂട്ടർ നോളജിനെ കുറിച്ച് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. 10th ലെവൽ നടക്കുന്ന ഒരു ബേസിക് ആയ ഓഫീസ് അസിസ്റ്റന്റിന്റെ എക്സാമിനേഷൻ ആണ്. അവിടെ കയറി എന്തായാലും പ്രോഗ്രാമിംഗ് ഒന്നും ചോദിക്കില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ എക്സാമിനേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. നിതിൻ സാറ് ഡീറ്റെയിൽ ആയിട്ട് ഫ്രം ദ ബേസിക് ഒരു കൊച്ചു കുട്ടിക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ദിസ് സെക്ഷൻ ഫോക്കസ് ഓൺ എവറി ഡേ കമ്പ്യൂട്ടർ ബേസിക്സ്. എല്ലാ ദിവസമുള്ള കമ്പ്യൂട്ടർ ബേസിക്സ് ആണ്. അതായത് എസ്പെഷ്യലി ദോസ് യൂസ്ഫുൾ ഇൻ എൻ ഓഫീസ് ആൻഡ് ബാങ്കിങ് എൻവയോൺമെന്റ്. ബാങ്കിങ് എൻവയോൺമെന്റിലുള്ള ആവശ്യമുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. അതായത് ടോപ്പിക്സ് ടു കവർ ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ, വാട്ട് ഈസ് ഹാർഡ്വെയർ, വാട്ട് ഈസ് സോഫ്റ്റ്വെയർ, ബേസിക് ആയിട്ട് എന്താണ് ഔട്ട്പുട്ട് ഡിവൈസ്, എന്താണ് ഇൻപുട്ട് ഡിവൈസ്, ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ സിസ്റ്റംസ് ഏതൊക്കെയാണ്, ലാംഗ്വേജസിൻ്റെ ബേസിക് ലാംഗ്വേജസ് ഏതൊക്കെയാണ് എന്നീ പറയുന്ന പാറ്റേൺ ആണ് നമ്മളവിടെ നോക്കേണ്ടത്. ആൻഡ് ഓപ്പറേഷൻ സിസ്റ്റം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓപ്പറേഷൻ സിസ്റ്റം എന്താണ് എന്നുള്ളത്. സി വിൻഡോസ്, ബേസിക് ഫയൽസ്, OS കോൺസെപ്റ്റ്സ്, ഇതെല്ലാമാണ് ബേസിക് പാറ്റേൺ നമുക്ക് അവിടെ ചോദിക്കുന്നത്. ഇന്റർനെറ്റ് ആൻഡ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന പാറ്റേൺ. ഇന്റർനെറ്റ് ആൻഡ് നെറ്റ്വർക്കിംഗ്, ബേസിക്സ് ഓഫ് ദ ഇന്റർനെറ്റിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്, ഇമെയിൽ, ബ്രൗസിങ്, ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള ഈ പാറ്റേൺ കൃത്യമായി നമ്മൾ ഫോളോ ചെയ്യുക. ബേസിക്സ് ഓഫ് ദ ഇന്റർനെറ്റ്, ഇമെയിൽ, ബ്രൗസിങ്, ഈ ഒരു പാറ്റേൺ എല്ലായ്പ്പോഴും ഇന്റർനെറ്റും നെറ്റ്വർക്കിലും നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് ഓർക്കുക. ഇനി MS ഓഫീസ്, വേർഡ്, എക്സൽ, പവർ പോയിന്റ്. അതായത് MS ഓഫീസുമായി ബന്ധപ്പെട്ട് വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഈ പറയുന്ന പാറ്റേൺ ബേസിക് ആണ്. അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസിന്റെ ബേസിക്സ് ആണ്. വേർഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എക്സൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, പവർ പോയിന്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മൾ സ്കൂളിൽ പഠിച്ച സാധനമല്ലേ. സോ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ. ഷോർട്ട് കീസ് കൃത്യമായി പഠിക്കുക. ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ചിട്ട് തന്നെ ഷോർട്ട് കീസ് ഉപയോഗിക്കാം. അതായത് സേവിന് നമ്മൾ ഏത് ബട്ടൺസ് ആണ് യൂസ് ചെയ്യുന്നത്, പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യാൻ ഏതാണ് വേണ്ടത്, ഇത് ഷോർട്ട് കീസ്, ടെർമിനോളജീസ്, കോമൺ ഷോർട്ട് കട്ട്സ്, ഡെഫിനിഷൻസ്, ടെർമിനോളജി എന്താണ് UPS അല്ലെങ്കിൽ എന്താണ് CWD എന്നൊക്കെ പറയുന്നതിൻ്റെ ഫുൾ അബ്രീവിയേഷൻസിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ള കാര്യം നമ്മൾ നോക്കുക. WWW ഇതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളത്, വേൾഡ് വൈഡ് വെബ്, ഇങ്ങനെയുള്ള അബ്രീവിയേഷൻസും കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ ചോദിക്കും എന്നുള്ള കാര്യം ഓർക്കുക. സോ ഓഫീസിൽ ഓട്ടോമേഷൻ, പ്രൊഡക്റ്റീവ് ടൂൾസ്, ജനറൽ അവയർനെസ്, പ്രൊഡക്ഷൻ ആണ് ബേസിക് ആയിട്ട് കമ്പ്യൂട്ടറിൽ ഉള്ള ബേസിക് പാറ്റേൺ ചോദ്യങ്ങൾ ചോദിക്കുന്ന മേഖലയാണ് ഈ പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ പാറ്റേൺ ആണ്. നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ സെഷനിൽ നോക്കിയത് എന്തൊക്കെയാണ് ഈ 15 ദിവസങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇംഗ്ലീഷിൽ എന്തൊക്കെ ചെയ്യണം, മാത്സിൽ എന്തൊക്കെ ചെയ്യണം, റീസണിങ്ങിൽ എന്തൊക്കെ ചെയ്യണം, കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അതായത് വൈഡ് ആയിട്ടുള്ള സ്റ്റഡിയിലേക്ക് പോകാൻ പോകരുത്.
വൈഡായിട്ട് ഒരു സ്റ്റഡിയിലേക്ക് പോകാനുള്ള സമയമില്ല നമുക്ക്, അങ്ങനെയുള്ള ടൈമില്ല. നമ്മൾ ചെയ്യേണ്ട മെത്തേഡുകൾ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു മോക്ക് ക്വസ്റ്റ്യൻ ചെയ്യുക, ദെൻ ആ ടോപ്പിക്കുകളിൽ ഏതെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ്സുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. ആൻഡ് ഈ പറയുന്ന നമ്മളുടെ പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സസ് എന്തൊക്കെയാണ് എന്നുള്ളതെടുത്ത് നോക്കുക. ആൻഡ് അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, സിമ്പിൾ ഇൻട്രസ്റ്റ് പാറ്റേൺ എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്, പെർസെൻറ്റേജ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നീ പറയുന്ന മേഖലകളുടെ എല്ലാം പ്രത്യേകത, അല്ലെങ്കിൽ ആവറേജ്, ദെൻ നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് എന്നീ പറയുന്ന മേഖലയിൽ നിന്നെല്ലാം പെർസെൻറ്റേജിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി റീസണിങ്ങിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആൽഫബറ്റിക് കോഡിങ്സ്, എത്ര ചോദ്യങ്ങളാണ് വരാൻ പോകുന്നതെന്ന് അറിയോ? ആൽഫബറ്റിക് കോഡിങ്സിൻ്റെ ഷോർട്ട് കട്ട്സ്, ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഏതൊക്കെയാണ് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് എന്നുള്ളത്, AZ, BY, CX, DW, EV, FU. ഇതറിയാത്തൊരു കുട്ടി അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഇങ്ങനെ അയ്യോ ഇനി സിയുടെ ഓപ്പോസിറ്റ് ലെറ്റർ ഏതാണ് എന്നൊക്കെ ആ കുട്ടി അവിടെ നിന്ന് 3-4 മിനിറ്റ് എടുത്ത് പഠിക്കും. എക്സാം ഓളെ ഇരുന്ന് 4 മിനിറ്റ് എടുത്തിട്ട് ആൻസർ കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും Hന്റെ ഓപ്പോസിറ്റ് ലെറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ അടുത്ത സെക്കൻഡ് കിട്ടണം S എന്ന് പറയുന്നത്. ഈ സാധനത്തിൻ്റെ ഷോർട്ട് കട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എങ്ങനെയാണ് എളുപ്പത്തിൽ HS, DW ആണ്, Fൻ്റെ ഓപ്പോസിറ്റ് ലെറ്റർ U ആണ് എന്നൊക്കെയുള്ള ആരെ എങ്ങനെ കിട്ടും എന്നുള്ള പാറ്റേൺ. ഇതാണ് നമുക്ക് എന്തിൽ വേണ്ടത്, സ്പീഡാണ് വേണ്ടത്. അപ്പോൾ ഒരു ബാങ്കിങ് എക്സാമിനേഷൻ നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ ഈ പറയുന്ന നോൺ ഗ്രാജുവേറ്റ് ലെവലുള്ള വളരെ കുറച്ച് ആപ്ലിക്കൻസ് ഉള്ള 18 വയസ്സ് മുതൽ 20 വയസ്സ് വരെ മാത്രമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ്. അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പാറ്റേൺ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതായത് എക്സാമിൻ്റെ ഒരു സെനാറിയോ നിങ്ങൾക്ക് മനസ്സിലായി. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് 60 ചോദ്യങ്ങളും 60 ആൻസേഴ്സും ആ പാറ്റേൺ ഫുൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ദർ ഇസ് നോ നെഗറ്റീവ് ഫോർ മാർക്കിംഗ് ഫോർ ദാറ്റ് എക്സാമിനേഷൻ. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് നിങ്ങൾ ഫുള്ള് ഫോക്കസ്ഡ് ആയിട്ടുള്ള പാറ്റേൺ ചെയ്യുക. അപ്പോൾ ഇനിയുള്ള 15 ദിവസം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ you will be a banker in 2026. 2026 നിങ്ങൾക്കൊരു ബാങ്കർ ആകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. ബ്രേക്ക് എ ലെഗ്. വാട്ട് ഡു യു മീൻ ബൈ ബ്രേക്ക് എ ലെഗ്? എനിക്ക് പറയാം ഞാൻ ഐഡിയ എന്താണെന്ന്. ഇംഗ്ലീഷിൽ ഒരു ഇഡിയം ചോദിക്കുന്നതാണ് ബ്രേക്ക് എ ലെഗ്. വാട്ട് ഇറ്റ് മീൻസ് വേഗം പറഞ്ഞാൽ എന്താണ് ബ്രേക്ക് എ ലെഗ് മീൻസ്? വെൽ ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.